ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. വിശുദ്ധ തിരുവെഴുത്തുകളെ അത് ഉള്ള അർത്ഥത്തിൽ തന്നെ ഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തകത്തെ പൊരുൾ തിരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പ്ലാറ്റ്ഫോമിലെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഞങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ 80-ൽ പരം എപ്പിസോഡുകളിൽ പ്രേക്ഷകരിൽ നിന്നും തന്നെ വന്ന അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരമായ മറുപടി നൽകുവാൻ ബഹുമാനപ്പെട്ട കർത്തൃദാസൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല്ല സാറിൽ കൂടെ സാധിച്ചു എന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇന്നത്തെ ദിവസവും നിങ്ങളിൽ നിന്ന് വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ മാന്യ കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. താങ്ക് യു സർ, പ്രേക്ഷകരിൽ നിന്നും വളരെ ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 10-ാം വാക്യത്തിൽ യാക്കോബ് തന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. തന്റെ മകനായ യഹൂദയെ അനുഗ്രഹിക്കുമ്പോൾ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല, ജാതികളുടെ അനുസരണം അവനോട് ആകും എന്ന് കാണുന്നു. ചോദ്യകർത്താവിന്റെ ചോദ്യം, ഈ വചനമുള്ളപ്പോൾ എന്തുകൊണ്ട് യഹൂദാ ഗോത്രത്തിന് പകരം ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ശൗൽ രാജാവായി? നല്ല ചോദ്യം. ഈ ഒന്നാമത് നമ്മൾ ബൈബിളിൽ നിന്ന് ഒരു കാര്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ബൈബിൾ ഈസ് എ പ്രൊഫറ്റിക് ആൻഡ് പ്രൊഫറ്റിക്കൽ ടെക്സ്റ്റ്. ഇവിടെ പറയുന്നത് ഒരു പ്രൊഫറ്റിക് റിമാർക്കാണ്. ഹോൾ ബൈബിളില് 24% ഓഫ് ദി എൻറ്റയർ ബൈബിൾ ആർ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് ഓർ പ്രോഫസീസ്. 24% ബൈബിള് വരാനിരിക്കുന്ന സംഭവങ്ങളെ പറ്റി പറയുന്നത് പ്രോഫസീസ് ആണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസ് ഇറ്റ് എ പ്രോഫസി ഓർ നോട്ട് എന്നാണ്. ആ പ്രോഫസി ആണെങ്കിൽ ഹൗ ഈസ് ഇറ്റ് ഗോയിങ് ടു ബി ഫുൾഫിൽഡ്? ഹൗ ഈസ് ഇറ്റ് ഗോയിങ് ടു ബി ഫുൾഫിൽഡ്? ഒരുപാട് പ്രവചനങ്ങൾക്കും 4 ലെവൽസ് ഓഫ് ഫുൾഫിൽമെന്റ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ്. 2, അതിൻ്റെ അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ്. 3, പാർഷ്യൽ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്. ഇനിയും അൾട്ടിമേറ്റ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഇതിന്റെ ആൻസർ കിടക്കുന്നത്, പ്രൊഫസർ ഫുൾഫിൽമെന്റ് കിടക്കുന്നത്. ഈ കാര്യം ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇതെപ്പോൾ നിവർത്തീകരിക്കപ്പെടേണ്ടതാണ്, എങ്ങനെ നിവർത്തീകരിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കാൻ. അപ്പം ഈ പ്രോഫസിയുടെ പ്രത്യേകത, ഇതിന് അൾട്ടിമേറ്റ് ഫിസിക്കൽ ലിറ്ററൽ ഫുൾഫിൽമെന്റേ ഉള്ളൂ. അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ് മാത്രമേ ഉള്ളൂ. ഇതില്ല, മറ്റു പറഞ്ഞ കാര്യങ്ങളില്ല. അപ്പം അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ ആരാ? കർത്താവായ യേശു ക്രിസ്തു. വരുവോളം അല്ലേ? Until Jesus comes. Jesus comes. അപ്പൊ ഇതൊരു മഷിയാനിക് പ്രോഫസിയും കർത്താവിന്റെ 2ാം വരവിനോട് അനുബന്ധിച്ച് ഉള്ള കാര്യവുമാണ്. ആ ആസ്പെക്റ്റിൽ ഇത് എടുക്കണം. ആ ആസ്പെക്റ്റിൽ എടുത്ത് വായിക്കുന്നുണ്ടേ. ഇവിടെ ഈ ശൗലിനെ രാജാവാക്കുന്ന സമയത്ത്, ചില സമയത്ത് ചില അൺപ്രീമെഡിറ്റേറ്റഡ് എന്ന് പറയാൻ കഴിയാവുന്ന സംഭവങ്ങൾ ദൈവം തന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളുടെ ധാരണ
everything is premeditated എന്നാണ്. Everything is pre-planned എന്നാണ്. ഇതെല്ലാം പ്രീ-പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഈ മാസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന രാജാവാകണം, ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. Well, that is not right like that with regards to the Jewish nation as well as with regards to the Christians, that is the children of God today. കാരണം അതെല്ലാം based on their decisions. Based on their decisions ആണ്. നമ്മൾ ശരിക്കും വേദപുസ്തകം പഠിച്ചാൽ when Shaul was becoming king, God had no plan of giving a king to Israel at that point. No, that was not. But then people became so rebellious and arrogant, rebellious against the plan of God and arrogant to Shamuel and God himself. ആളുകൾ പെട്ടെന്ന് അരഗന്റ് ആകുന്നു. ഒരു ചോദ്യം, ആളുകൾ അരഗന്റ് ആകുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? Well, that's a very, very inappropriate question. കാരണം നമ്മള് പ്രീഡെസ്റ്റിനേഷനും പ്രീഡിറ്റർമിനേഷൻ എന്ന വിഷയം പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. പ്രീഡെസ്റ്റിനേഷൻ, പ്രീഡിറ്റർമിനേഷൻ. ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്, കർത്താവ് ഞാൻ സ്വർഗത്തിൽ പോകുമോ? കർത്താവ് മിക്കവാറും പറയും, എടാ എനിക്കറിയത്തില്ല. അതിന്റെ കർത്താവിന് എടാ നിന്റെ കയ്യിലിരിപ്പോണ്ടിരിക്കും. ഇനി നിന്റെ കയ്യിലിരിപ്പോ അത് നീയല്ലേ തീരുമാനിക്കുന്നത്, ഞാനല്ലല്ലോ. നിന്റെ കയ്യിലിരിപ്പ് നീ തീരുമാനിക്കുന്ന കാര്യമാണ്. ഞാനാണോ തീരുമാനിക്കുന്നത്? ഞാൻ പറയാം, നീ വരത്തില്ല എന്ന്. ഇത് നീ തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പൊ നിന്റെ തീരുമാനത്തിന് ശേഷമേ എന്റെ തീരുമാനം വരത്തുള്ളൂ. ഫൈനൽ അപ്രൂവൽ. എപ്പോഴും ദൈവത്തെ പിന്തുണയ്ക്ക് മനസ്സിലാക്കേണ്ടത്, it's not God's decision that comes first in many cases, but our decision. നമ്മൾ വേദപുസ്തകം മുഴുവൻ വായിക്കുന്നുണ്ടായി. ശൂനംകാരത്തി സ്ത്രീക്ക് പ്രാർത്ഥനയുടെ ഫലമായി ഏലിശായുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച മോൻ മരിച്ചുപോയി. നല്ലൊരു ശവോടെ കിടത്താം. ഫാമിലി ഇഷ്ടംപോലെ പൈസ ഇല്ലേ? അല്ല, അവനെ തിരിച്ച് കിട്ടിയേ ഞാൻ പോകത്തുള്ളൂ. യഹോവയാണ് എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ കവണിയോട് കിടക്കുക. അവളുടെ ഡിസിഷന്റെ മുമ്പിൽ കാര്യം മാറുകയാണ് അല്ലേ? അപ്പൊ നമ്മളുടെ ഡിസിഷനാണ് ദൈവത്തിന്റെ ആക്ഷൻ. ഇത് നമ്മുടെ കാര്യത്തിൽ, ഔട്ട്സൈഡ് വേൾഡിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല. ഔട്ട്സൈഡ് വേൾഡിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല. സോ ഇറ്റ്സ് അവർ ഡിസിഷൻ that decides God's action. നമ്മുടെ ആ പർട്ടിക്കുലർ ഡിസിഷനാണ് ദൈവത്തിന്റെ ആക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് വേണമെന്നുള്ളത്. So here people, well, they cried in a different direction. ഇപ്പൊ രാജാവിന് വേണം, ഇപ്പൊ രാജാവിന് വേണമെന്ന് യഹൂദ ഗോത്രത്തിൽ ആരുടെ രാജാവാൻ റെഡി എടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ നാട് മുൻ അന്വേഷിച്ച് കൊള്ളാവുന്ന ഒരുത്തിന് നോക്കിയപ്പോൾ ബെന്യാമിൻ ഗോത്രത്തിലുള്ളൂ. പൊക്കം വേണം, 2 യോഗ്യനായിരിക്കണം, 3 മൈറ്റി വാരിയർ ആയിരിക്കണം. ഇതൊക്കെയാ രാജാവ്. മറ്റു ജാതികൾ നോക്കുക, ഒരു ഞൊണ്ടൻ കുഞ്ഞേശൻ ഇസ്രായേലിലെ രാജാവെന്ന് പറഞ്ഞാൽ ഡിസ്കറേജ് അല്ലേ? അപ്പൊ നോക്കിയപ്പോ ഇയാളെ ഉള്ളൂ കൊണ്ടുവന്നു. അപ്പം ദാറ്റ് വാസ് ആൻസറിങ് ദ നീഡ് ഓഫ് ദി അവർ. It is not God's plan. ആൻസറിങ് ടു ദ നീഡ് ഓഫ് ദി അവർ എന്ന് പറയുന്നത് ഗോഡ്സ് പ്ലാൻ ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. That is not God's plan. But when David became the king, it was God's plan. That is God's plan and planning.
Planning. Yeah. Not only that it is a plan, God is planning every Planning. step Yeah. before he became the king. Yes. ദൈവം ഒരു മനുഷ്യനെ എങ്ങനെയാണ് ദൈവത്തിന്റെ മനുഷ്യനാക്കി മാറ്റുന്നത് Hmm. എന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് David's life. ദാവീദിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. അതെ. Hmm. യെസ്. അപ്പം അവിടെ മുതലാണ് യഹൂദാ ഗോത്രത്തിന് രാജവംശം കിട്ടുന്നത്, രാജഭരണം കിട്ടുന്നത്, രാജദണ്ഡ് അവന്റെ കയ്യിൽ വരുന്നത്. അവന്റെ ഓക്കെ. ശൗല് വരുമ്പോ അതൊരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാലും പോലും ശരിയാണത്. That was not the fulfillment of God's prophecy. പ്രൊഫസർ ഫുൾഫിൽമെന്റ് അല്ല. പ്രൊഫസറുടെ ഫുൾഫിൽമെന്റ് ദാവീദ് മുതൽ തുടങ്ങുകയാണ്. അപ്പോഴും ഒരു പാർഷ്യൽ ലിറ്ററലേ ഉള്ളൂ. ഈ അൾട്ടിമേറ്റ് ലിറ്ററലില്ല, പാർഷ്യൽ സ്പിരിച്വലില്ല, ഒന്നും അവിടെ ആ പ്രൊഫസിക്കില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അൾട്ടിമേറ്റ് സ്പിരിച്വൽ ആൻഡ് അൾട്ടിമേറ്റ് പിന്നെ ലിറ്ററൽ ഒരുമിച്ച് കർത്താവിന് തീരുക. So that's a problem of explaining that particular prophetic verse. Yes. Thank you. Yes, sir. ദൈവഹിതപരം അല്ലാത്ത ഉള്ള സെലക്ഷനില് അത് മോസ്റ്റ് ഓഫ് ദ കേസസ് ഇറ്റ് വിൽ ബി എ ഫെയിലിയർ, റൈറ്റ്? വെൽ, അത് നമുക്കൊരു ആൻസർ പറയാൻ കഴിയാത്ത ഒരു ചോദ്യമാണ്. ആൻസർ പറയാൻ കഴിയാത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, ചില ആളുകള് അവരുടെ പ്രത്യേക സ്വഭാവവിശേഷം കൊണ്ട് they stunt God himself. ദൈവത്തെ പോലും സ്റ്റണ്ടാക്കി കളയും. ദൈവത്തെ പോലും സ്റ്റണ്ടാക്കി കളയും. മോവാബ് ദേശത്തുള്ള ഒരു മോവാബി സ്ത്രീ രൂത്ത് ഇപ്പം വിധവ, എ യങ് വിഡോ. ഒരു റെസ്പെക്ട്ഫുൾ ലൈഫോ പൊസിഷനോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസോ ഒന്നും അവൾക്ക് അവളുടെ നാട്ടിൽ തന്നെ ഇനിയും കിട്ടത്തില്ല. ഇവിടെ അവള് ലോ കാസ്റ്റ് എന്ന് പറഞ്ഞാലും തെറ്റ, ഔട്ട്കാസ്റ്റ് ആണ്. ലോ കാസ്റ്റ് എന്ന് പിന്നെ ആ കമ്മ്യൂണിറ്റി ജീവിക്കാം, ഔട്ട്കാസ്റ്റ് ആ കമ്മ്യൂണിറ്റി ജീവിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഇവളോട് ബോവാസ് പറയാണ്, ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിച്ചു വന്ന നിന്നെ അവൻ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അടുത്തത്, അവൾ ഉത്തമ സ്ത്രീ ആണെന്ന് അവളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ബേത്ലഹേമിൽ എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ ഒരു പുറജാതിക്കാർ വന്നിട്ടുണ്ട്, ഉത്തമ സ്ത്രീയാണ്. അപ്പൊ ബോവസ് അവളെ കല്യാണം കഴിക്കാൻ ഓഫർ വരുമ്പോ എവരിബഡി പ്രൈസ്ഡ് ഹിം. എന്തുകൊണ്ട്? അവളുടെ ക്യാരക്ടറുണ്ട്. അപ്പം ഒരാള് തിരഞ്ഞെടുക്കുന്ന അയാളുടെ ക്യാരക്ടർ, ലൈഫ് സ്റ്റൈൽ, അതിനു മുമ്പിൽ ദൈവത്തിന്റെ തന്നെ പ്ലാൻസ് അങ്ങ് മാറുന്നു നമുക്ക് തോന്നും. കാരണം അവളുടെ കണ്ണുനീര് വീണ മണ്ണുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കുന്നത്. ഓൺ ദ സെയിം സ്പോട്ടിൽ. അവളുടെ കണ്ണുനീര് വീണ മണ്ണ് ദൈവം മാർക്ക് ചെയ്ത് വെച്ചു എന്ന് പറയുമ്പോ ദൈവത്തിന് എത്ര വലുതായിരുന്നു അവളുടെ കണ്ണുനീര്. റീസൺ എന്തുവാ? അവള് അമ്മായിമ്മയോട് പറയാ, നിന്റെ ദൈവം എന്റെ ദൈവം, യുവർ ഗോഡ് ഈസ് മൈ ഗോഡ്. ഞാൻ കൂടെ വരാം, പക്ഷെ ആരാധന വരുമ്പോ എനിക്ക് എന്റെ ദൈവം, നിനക്ക് നിന്റെ ദൈവവും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം, നിനക്ക് നിങ്ങളുടെ ദൈവം എന്നല്ല. എടി, ഇസ്രയേലിന്റെ ദൈവം നിന്നെ അംഗീകരിക്കും, നിന്നോട് ആര് പറഞ്ഞു? ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനാ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ. മോവാബി സ്ത്രീ അംഗീകരിക്കും, നിന്നോട് ആര് പറഞ്ഞു? ആക്ച്വലി എനിക്ക് എന്നെ സ്റ്റൺ ചെയ്യുന്ന, എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഈ മോവാബി സ്ത്രീ.
എന്നെ അത്ഭുതപ്പെടുന്ന കഥാപാത്രമായ മോവാബ് സ്ത്രീ. അവളുടെ ബിഹേവിയർ ഇതുപോലെയാണ്. കുറച്ച് വർഷം മുമ്പ് വേറൊരു സ്ത്രീ, രാഹാബ്. ആ ആ യെസ് രാഹാബ് അവൾ പറയാ, മിസ്രൈമിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് മുതലുള്ള കാര്യം എനിക്കറിയാം. മിസ്രൈമിൽ നിന്ന് ഇവർ ഇറങ്ങപ്പെടുമെന്ന് പറയുമ്പം 40 വർഷം മുമ്പാ. മുൻപുള്ളത്. അന്ന് ഇവളൊരു ചെറിയ പെൺകുട്ടിയായിരിക്കും അല്ലേ. അത് ഉം. അന്ന് മുതൽ നിങ്ങളുടെ ദൈവത്തെ എനിക്കറിയാം. ഉം. നിങ്ങളുടെ ദൈവത്തിന് മുമ്പിൽ ആർക്കും പിടിച്ചു കയറുന്നത്, നിങ്ങളുടെ ദൈവം ഞങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഉം. എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. അതെ. ഉം. ഓ, ഇവരൊക്കെ യേശുക്രിസ്തുവിന്റെ ജെനിയോളജിയിൽ വന്ന് കയറും എന്ന് പറയുമ്പോൾ, അതെ 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 കർത്താവിന്റെ ജെനിയോളജി വന്ന് കയറും എന്ന് പറയുമ്പോൾ, Yes. അങ്ങനെ ഒരു ജെനിയോളജി ആയിരുന്നോ ഇറ്റേണിറ്റിയിൽ പിതാവായ ദൈവം പുത്രന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്? ഐ കാനോട്ട് സേ ദാറ്റ്. അതെ അതെ ആരെന്ന് പറയാൻ എനിക്ക് ഒക്കത്തില്ല, അല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അതെ പക്ഷെ ഇവരൊക്കെ ദൈവത്തെ സ്റ്റണ്ട് ചെയ്തവരാണ്. അതെ 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 സത്യം. സ്റ്റണ്ട് ചെയ്തവരാണ്. അതുപോലെ ഒരു സ്ത്രീ, ഒരു കനാനി സ്ത്രീ വന്നിട്ട് പറയാ, അതെ ഞാൻ നായ്ക്കുട്ടിയാണ്, അതെ മക്കളുടെ മേശന്ന് വീഴുന്നത് ദൂർക്കാണ്. അതെ അവിടെ നിന്നൊരു കർത്താവ് പറയും, ഇസ്രയേലിൽ പോലും ഇതുപോലെ വലിയ വിശ്വാസം ഞാൻ കണ്ടില്ല. മകളെ നീ പൊക്കോ. അനുവദിച്ചേക്ക്, നീ പൊക്കോ, നിന്റെ മകൾ സൗഖ്യമായിരിക്കുന്നു പോലും അല്ല പറയുന്നില്ല അവിടെ. അതെ അതെ നീ പൊക്കോ. അവളെ ഞാൻ പോവാം, പക്ഷെ എൻ്റെ മോക്ക് സൗഖ്യമാകുമോ? ബോധ്യമില്ല. ഇവരുടെയൊക്കെ ദൈവത്തിലുള്ള ആശ്രയമുണ്ടല്ലോ, വിശ്വാസം. അതെ ആ അതെ വിശ്വാസം, ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെ ദൈവം തന്നെ അത്ഭുതപ്പെടുക. അതെ ദൈവം തന്നെ അത്ഭുതപ്പെടുക. അപ്പോ ഈ ഒരുപാട് ഡിസിഷൻസും ഒരുപാട് കാര്യങ്ങളിലും ചില ആളുകളുടെ ദൈവത്തോടുള്ള അവരുടെ മനോഭാവത്തിൽ അവരെടുക്കുന്ന അതിര് കടന്ന ആശ്രയം എന്ന് പറയാം. ആശ്രയം. അതെ അതെ ദൈവം അപ്രൂവ് ചെയ്യാം. അതിര് കടന്ന ആശ്രയ മനോഭാവം. ഈ അതിര് കടന്ന ആശ്രയ മനോഭാവത്തിൽ ദൈവത്തിന് ഒരു രക്ഷയുമില്ല എന്നറിയാമോ? അവരെ പറ്റി സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കാനേ സാധ്യതയുള്ളൂ. ആ ബൗണ്ടറി ദൈവം എക്സ്പാൻഡ് ചെയ്യും. ആ ബൗണ്ടറി ദൈവം എക്സ്പാൻഡ് ചെയ്തിട്ട് എവിടെ വരെ കൊണ്ടുപോകും? ദൈവത്തിന്റെ ഹിതം എന്ന ബൗണ്ടറി വരെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും. ജീവകാലം മുഴുവൻ നിശബ്ദയായ ഒരു സ്ത്രീയായിരുന്നു അബ്രഹാമിന്റെ ഭാര്യയായ സാറ. ഒരു കാര്യത്തിൽ മാത്രമേ സാറ ഒരു മുൻകൈ എടുക്കുന്ന നമ്മൾ കാണുന്നുള്ളൂ, ഈ സരഗേഷന്റെ വിഷയത്തിൽ. ഹാഗാറുമായിട്ട് ഒരു ലൈഫ് ടൈം മുഴുവൻ അബ്രഹാമിനോട് ഇറങ്ങി തിരിച്ചുകൊണ്ട് അതിന്റെ റിയൽ സഫറിങ് അനുഭവിക്കേണ്ടുന്ന അവരാ. 2 പ്രാവശ്യം അവർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. റിയൽ സഫറിങ് അനുഭവിക്കുക. Nevertheless, she was still being submissive. Still being submissive. അപ്പം വാഗ്ദത്തം നിവർത്തിയിരിക്കണം. അബ്രഹാമിനോടല്ലേ വാഗ്ദത്തം പറഞ്ഞത്? ദൈവം വാഗ്ദത്തം നിവർത്തീകരണത്തെ പറ്റി സംസാരിക്കാൻ സാറായി വിളിക്കാൻ പറഞ്ഞു. സാറായി വിളിക്കാൻ പറഞ്ഞു വാഗ്ദത്തം നിവർത്തീകരണം സംസാരിക്കാൻ. അന്ന് ഒരു പ്രധാന വ്യക്തി ഒരു വീട്ടിൽ വന്നാൽ വീട്ടിലെ സ്ത്രീകളെ വിളിച്ചല്ല സംസാരിക്കുന്നത്, പുരുഷന്മാരോട് സംസാരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ മെയിൽ ഷോവിനിസ്റ്റിക് സൊസൈറ്റിയാണ്. അവിടെ ദൈവം പറയാ, കോൾ സാറ, want to speak to her. ഇനിയും എൻറ്റയർ ബൈബിളിൽ ഒരു സ്ത്രീയുടെ ലൈഫ് സ്പാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ജീവകാലം മാത്രമേ എഴുതുള്ളൂ ഇത്ര വർഷം ജീവിച്ചെന്ന്. വേറെ ഒരു സ്ത്രീയുടെയും അവർ ഇത്ര വർഷം ജീവിച്ചെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. വേറെ ആരുടെ എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവം ആ എക്സ്റ്റെൻഡ് വരെ പ്ലാൻസ് മാറ്റുന്നത്? അവരുടെ മനോഭാവമാണ്, അവരുടെ ദൈവത്തോടുള്ള മനോഭാവമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ദൈവത്തോടുള്ള മനോഭാവം
ഒരു സമൂഹത്തിന്റെ ദൈവത്തുള്ള മനോഭാവം. യോനെ അയക്കുമ്പം ഈ ഇവന്മാരെ മുഴുവൻ തീർത്ത് കളയാനായിട്ടാണ് യോനെ അയക്കുന്നത്. ഇതുങ്ങളെന്ന് നിയമക്കാരെന്താ ഒറ്റ ഉപവാസം, ഇരുട്ടിലും വെണ്ണീറിലും വരുന്ന ഉപവാസം. പെട്ടുപോയില്ലേ ദൈവം അല്ലേ? അപ്പം ഇങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുടെ പല പ്രവൃത്തിയുടെ മുമ്പിൽ പിന്നിൽ ജനത്തിന്റെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ആക്ഷന്റെ റെസ്പോൺസാണ് ആ പ്രവൃത്തി. അതെന്തല്ല ഒരു ലോങ് ബിഫോർ പ്രിപ്പയർ ചെയ്തൊരു പ്ലാനിന്റെ ഫുൾഫിൽമെന്റ് അല്ല. ഇറ്റ്സ് നോട്ട് ദ ഫുൾഫിൽമെന്റ് ഓഫ് എ പ്രോഫസി ഓർ എ ലോങ് പ്രിപ്പയർഡ് പ്ലാൻ. ഇവിടെ ശൗൽ രാജാവാകുന്ന സാഹചര്യം അങ്ങനെ. ദാറ്റ്സ് ഹൗ വി ഹാവ് ടു ടേക്ക് ഇറ്റ്. താങ്ക് യു മാം. ഈ ചോദ്യത്തിൽ നിന്ന് അനേകം ഇതുവരെ അറിയാത്ത പല സംഗതികളും സാറായുടെ ആയുഷ്കാലം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളൊരു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. നോ പ്രോബ്ലം. അടുത്ത ചോദ്യം, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ മുദ്രയിട്ട ഇസ്രായേൽ ഗോത്രങ്ങളിൽ ദാനിന്റെ പേര് കാണുന്നില്ല. ഇതിന്റെ കാരണം എന്താണ്? Can you please define the authentic reason why the tribe of Dan is omitted from the list of 144,000 sealed servants in Revelation chapter 7? ഓക്കെ, ഞാൻ എൻ്റെ മറുപടി പറയാൻ പോകുന്നത് എനിക്കറിയത്തില്ലെന്നാ. എനിക്കറിയത്തില്ലെന്ന് മറുപടി പറയാൻ പോകുന്നത്. ചോദിച്ചു അതിൻ്റെ അറിയാൻ വയ്യാത്തത്. വലിയ ബൈബിൾ സാറാന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് മറുപടി അറിയത്തില്ലേ? ആൻസർ ഇത്രയേ ഉള്ളൂ. ഇന്ന കാരണം കൊണ്ട് ദാനിനെ ഒമിറ്റ് ചെയ്തിരിക്കുന്നവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ദൈവത്തിന് അറിയാം അതിൻ്റെ റീസൺ. അതിൻ്റെ റീസൺ നമ്മൾ അറിയണം ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്ക് പല പല സംഭവങ്ങൾ അതിന് പിന്നിൽ നടന്നത് കോർത്തിണക്കി. ദാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇതാ. പിന്നെ ദാനിനെ പറ്റി ദാൻ പാതയിൽ ഒരു സർപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കി നമുക്കൊരു മറുപടി കണ്ടെത്താൻ കഴിയും. But that may not be true. I may be able to find out a much better answer. Maybe. Suppose that's not true. Yes. Suppose that's not correct. ഞാൻ എൻ്റെ കഴിവിക്കാരെ ആവശ്യമില്ലാതെ വഴിതെറ്റിക്കുകയും എൻ്റെ ഒരു ഉത്തരം പറയാനുള്ള കഴിവിൽ അവരെ തെറ്റായ ഉത്തരത്തിൽ കൊണ്ട് നിർത്തുകയും ചെയ്തു. അതിൻ്റെ ആവശ്യം എന്താ? എനിക്ക് നമുക്കെന്റെ ആവശ്യം എന്താ? I don't know. God knows it. Yes. There are things in God's eternal knowledge, God's far-reaching knowledge, but we don't know. God doesn't expect us to know it either. Yes. നമ്മൾ അറിയണം ദൈവം ആഗ്രഹിക്കുന്നില്ലോ. He does not want to reveal it. അപ്പൊ നമ്മൾ അത് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കോ തിരുവെഴുത്തുകളെ പറ്റിയുള്ള നമ്മുടെ അറിവിലോ ഒന്നും ഒരു പോസിറ്റീവായ ഇമ്പാക്റ്റ് ഓർ ഇമ്പച്ചസ് തരുന്നതല്ല. അത് നമ്മുടെ ഒരു ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. The best thing is to leave it aside. Yes. Okay. Thank you, sir. അടുത്ത ചോദ്യം, പെരിയ എന്ന സ്ഥലത്താണ് മനശ്ശെയുടെ പാതി ഗോത്രവും രൂബേന്യരും ഗാദ്യരും വസിച്ചിരുന്നത്. നമുക്ക് ജിയോഗ്രഫിയും ഹിസ്റ്ററിയും കൂടെ ഒരുമിച്ചെടുത്താൽ നമ്മൾക്ക് അങ്ങനെ പറയാൻ മാത്രമേ നമുക്കൊരു സാധ്യതയുള്ളൂ. നമുക്ക് വേറെ ഒന്നും പറയാൻ ഒക്കത്തില്ല. There's no other way. പക്ഷേ അന്ന് ഈ ഗോത്രങ്ങളെ വിഭജിച്ചു കൊടുക്കുന്ന കാലത്ത് ഈ പെറിയയ്ക്ക് ഒരു അശുദ്ധി കൽപ്പിച്ചിട്ടില്ലായിരുന്നു. പെറിയയ്ക്ക് അശുദ്ധി കൽപ്പിച്ചിട്ടില്ല. പിന്നീട്, അതായത്
ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ അടിമകളായി പോയ ശേഷം ഉം. ആ സമയത്ത് ഇവരില്ലാത്ത സമയത്താണ് ഗ്രീക്സ് ഇവിടെ കയറി മുഴുവൻ അമ്പലം പണിയുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ ഇവർ തിരിച്ചു വരുമ്പം ഗ്രീക്സിന്റെ അമ്പലത്തിലുള്ള ഇവർ താമസിക്കേണ്ടത്. ഉം. അപ്പൊ ഗ്രീക്സിന്റെ അമ്പലം മുഴുവൻ വിഗ്രഹങ്ങളാണ്. ഉം. വിഗ്രഹങ്ങളെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ കൊണ്ടാണ് ലോകം ഉണരുന്നത്. ഇവരോട് ഇത് കേട്ടോണ്ടാ. ഓക്കെ. ഉം. ഉം. അവിടെ 24/7 അതാ ഉള്ളത്. ഉം. ഗ്രീക്ക് ക്ഷേത്രങ്ങൾ മുഴുവനും മ്ലേച്ഛതകൾക്ക് വേണ്ടി പണിയപ്പെട്ടതാണ്. ഉം. അപ്പൊ ഇവർ ഈ മ്ലേച്ഛ ജീവിതം കണ്ട് ജീവിക്കുന്നവരാ. ഉം. അതുകൊണ്ടാണ് ഈ പെരിയ എന്ന പേര് പോലും പിന്നെ ആൾക്കാർ പറയാത്തത്. അതെ, അതെ. യോർദാനക്കരെ. പിന്നീടാണ്. ഉം. പക്ഷെ ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ഉം. യെസ്, താങ്ക് യു. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. അടുത്ത ചോദ്യം, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. ചോദ്യം, വിശ്വാസികളായ മക്കൾ ഉള്ളവരായിരിക്കണം. അപ്പോൾ ശുശ്രൂഷകന്മാരുടെ മക്കൾ വിശ്വാസികൾ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരായിരിക്കാൻ പാടില്ലേ? മൂലഭാഷയിൽ എങ്ങനെയാണ്? അവിടെ മൂലഭാഷ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നില്ല. ആ. മൂലഭാഷ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നില്ല. ഉം. കാര്യം എക്സാക്ട്ലി ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, സെയിം തന്നെയാണ്. അതായത് എൽഡർ ആയിരിക്കുന്ന ഒരാളിൻ്റെ മക്കൾ പഠിച്ചുപോയി. ഉം. അദ്ദേഹത്തിന് കോൺഗ്രിഗേഷനോട് പറയാം, ഐ സ്റ്റെപ്പ് ഡൗൺ ഫ്രം മൈ പൊസിഷൻ ആസ് ദ ലീഡർ. ഉം. എൽഡർ എന്ന എൻ്റെ പൊസിഷനിൽ ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാണ്. ഉം. യു ഡു വൺ തിങ്, pray for me and keep me as a member of the congregation. ഉം. Keep me as a member of the congregation, but I am not qualified to ഉം. lead the congregation anymore. ഓക്കെ. അതാണ് ദ റൈറ്റ് വേ. ഇപ്പോഴൊന്നും ഞാൻ അങ്ങനല്ല. ആ വഴിവഴച്ചവനെ അടുത്ത സ്ഥാനത്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഉം. അപ്പൻ ഇവിടുത്തെ ലീഡറാണ്. മോൻ അമേരിക്കയിൽ കള്ളം കുടിച്ച് ബീഡിയും വലിച്ച് നടക്കുക. അപ്പൻ ചാറാകുമ്പോഴത്തേക്ക് അവന് എങ്ങനെയെങ്കിലും ഈ പൊസിഷൻ കൊടുക്കണം. ആ ബീഡിയും വലിച്ച് നടക്കുന്നവന് അവനോ ഒരു വെളിയും വെള്ളിയാഴ്ച ഇല്ലാത്തവനായിരിക്കും. അങ്ങനെയാണ് ഒരുപാട് പ്രസ്ഥാനങ്ങളും പിടിഞ്ഞു പോകാനുള്ള കാരണം അതെ, തീർച്ചയായിട്ടും. അപ്പന്മാർ കഷ്ടപ്പെട്ട് ഇതെല്ലാം കെട്ടിപ്പിടിക്കും. ഉം. അത് കഴിയുമ്പോൾ ആ സമയത്തെല്ലാം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രസ്ഥാനമായിട്ടോ സുവിശേഷമായിട്ടോ ഒരു ബന്ധവുമില്ലെന്ന് അമേരിക്കയിലും കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്ത് ഏതായാലും കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നൊന്നുമല്ല. മറ്റ് പല വേലകളിലും അധ്വാനിക്കുന്ന കക്ഷികൾ. ഈ അപ്പൻ ഇതെല്ലാം കെട്ടിപ്പടുക്കി പുള്ളി ഭരിക്കാറായപ്പോഴത്തേക്ക് നല്ല വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് പൗഡറൊക്കെ തേച്ച് ഓരുക അടുത്ത പ്ലാസ്റ്റർ ആകാനായിട്ട്. അങ്ങനെ പ്ലാസ്റ്റർ ആയവരാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഓരോന്നോരോന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഈ വാക്യം അവർക്ക് ആരെങ്കിലും വായിച്ചു കേൾപ്പിച്ച് എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ട്രാൻസ്ലേഷൻ തന്നെയാണ്. ഒരു ട്രാൻസ്ലേഷൻ ഇല്ല. 100%. ഓക്കെ. അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ശിമോൻ പത്രോസിന് തുടർച്ചയായി 3 പ്രാവശ്യം നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. ഇത് എന്തുകൊണ്ട് മൂലഭാഷയിലും ഇങ്ങനെ തന്നെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇവരെ എന്നെ സ്നേഹിക്കുന്നു, ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നു, ഇവരെന്നെ അധികം എന്നെ സ്നേഹിക്കുന്നു. ഇത് ഗ്രീക്കിലാണ് എഴുതിയെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരല്ല, മുഴുവൻ പേരും ഗ്രീക്കാണ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഗ്രീക്കില് പെർഫെക്റ്റ് ലവ് എന്ന് പറയുന്ന അഗപ്പയാണ്. അഗപ്പ എന്ന വേർഡാണ് മറുപടി പറയേണ്ടത്. പത്രോസ് ആ വേർഡ് പറയുന്നില്ല. അത് പറയുന്നതിന് വേണ്ടിയാണ് 3 പ്രാവശ്യം എടുത്ത് ചോദിച്ചത് എന്നുള്ളതാണ് നമ്മുടെ വേദശാസ്ത്രികളുടെ വ്യാഖ്യാനം. അത് കേട്ട്
സംതൃപ്തരായിരിക്കുകയാണ് നമ്മുടെ ആൾക്കാരും. ഉം. ഞാനതിൽ ഒട്ടും തൃപ്തനല്ല. ഞാൻ അത് കേൾക്കാൻ പോകുന്നില്ല. ഉം. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും തൻ്റെ ശിഷ്യന്മാർ ആരും യവനന്മാർ, ഗ്രീക്കുകാരല്ലായിരുന്നു. അല്ല. രണ്ട്, അവർ ഗ്രീക്ക് സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഉം. മൂന്ന്, അവരെവിടെയെങ്കിലും ഗ്രീക്ക് സംസാരിച്ചതായിട്ട് നമുക്ക് എവിഡൻസ് ഇല്ല. എവിഡൻസ് ഇല്ല. ഉം. നാല്, അവരെല്ലായ്പ്പോഴും എബ്രായ ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ഉം. അഞ്ച്, അവർ എബ്രായ ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ഇനഫ് ആൻഡ് മോർ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഉം. അങ്ങനെയാണെങ്കിൽ ഉം. ഈ 3 പ്രാവശ്യവും ചോദിക്കുന്നത് എന്താ? ഉം. 3 പ്രാവശ്യം ചോദിക്കുന്ന ഒറ്റ വേർഡാ ചോദിക്കുന്നത്. ഉം. അഖവറ്റഖ. നീ സ്നേഹിക്കുന്നുണ്ടോ? ഉം. കർത്താവേ, യെസ് ഐ ഡു. അപ്പോ കർത്താവ് 3 ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അവന് കൊടുക്കുക. ഉം. ആദ്യം പറയുന്നു, then you tend my lamb. എൻ്റെ ആട്ടിൻകുട്ടികളുണ്ടല്ലോ, കുഞ്ഞാടുകളെ. കുഞ്ഞാടുകൾ, അതിനെ നോക്കാൻ പറഞ്ഞു. ഉം. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് വർക്ക് എന്ന് പറയുന്നത് ഈ കുഞ്ഞാടുകളെ മേയ്ക്കുക. യെസ്. ഈ കുഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിനെ കടിച്ച കയറിട്ട് കെട്ടി കഴിച്ചാൽ ചത്തുപോകും. പറ്റത്തില്ല. ഇതുപോലെ അനുസരണം കെട്ട ജീവി ഈ ലോകത്തില്ല. നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസില് പട്ടി വയ്ക്കുന്ന ഇങ്ങനെ വെച്ചാൽ മതി, അവൻ ഒട്ടൻ മനസ്സിലാക്കും, കൂടെ നിൽക്കും. പൂച്ചയാണ് കാലിൻ്റെ ഇടയിൽ നിന്ന് മാറത്തില്ല. പശുവാണ് ഇതിൻ്റെ ഇവിടെ ഒന്ന് ചൊറിഞ്ഞു കൊടുത്താൽ മതി, കൂടെ പോരും പശുവും കൂടെ ആവും. തള്ളയാടും കുറെ കൂടെ ഒരു മനുഷ്യപ്പെട്ടുണ്ട്. മനുഷ്യപ്പെട്ടെന്ന് പറയുന്ന സാധനമില്ലാത്തതാണ് ആട്ടുംകുട്ടി. നിൽക്കുന്ന ഇരപ്പിൽ എവിടെയും പോയി കറികൾ കണ്ണടച്ച് കാണുമ്പോൾ പോവുക. ഇതിനെ കൊണ്ടു നടക്കാൻ എന്തോ പാടാന്നറിയാം. അവൻ മിനിസ്ട്രി പിക്കപ്പ് ചെയ്യേണ്ടത് ഏറ്റവും ഡിഫിക്കൽട്ട്, ഏറ്റവും ലോവസ്റ്റ്, ഏറ്റവും താണ തലത്തിൽ പോയാണ് മിനിസ്ട്രി പിക്കപ്പ് ചെയ്യേണ്ടത്. ഏറ്റവും താണ തലത്തിൽ പോയ എനിക്ക് ദൈവം അങ്ങനെ ഒരു ഭാഗ്യം തന്നു മിനിസ്ട്രി പിക്കപ്പ് ചെയ്യാൻ. ഞാൻ തന്നെ വേറൊരാളുടെ മിനിസ്ട്രി തുടങ്ങാൻ ഞാൻ തന്നെ തുടങ്ങാൻ കഴിയും. തുടങ്ങിയതെങ്ങനെ? 3-4 വയസ്സ് മുതൽ, 3 വയസ്സുള്ള മിനിമം മുതൽ 14-15 വരെ വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൂട്ടുക, അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക, ഡാൻസ് ചെയ്ത് കാണിക്കുക, പാട്ട് പഠിപ്പിക്കുക. ലൈഫ് സ്കിൽസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പരിപാടി, ലൈഫ് സ്കിൽസ് പ്രോഗ്രാം ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. That was one of the fantastic programs which I started my church ministry. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലൈഫ് സ്കിൽസ് തുടങ്ങിക്കൊണ്ടാണ് ഞാൻ ചർച്ച് മിനിസ്ട്രി തുടങ്ങുന്നത്. അപ്പം പബ്ലിക് knew me because I was a properly educated man. I was teaching in high positions, so they knew me as a well-educated man. അപ്പം ബാബു സാറ് ഇന്ന സ്ഥലത്ത് വന്ന് ലൈഫ് സ്കിൽസ് കൊടുക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എല്ലാവരും, എല്ലാ ചർച്ചുകാരും അവരുടെ കുഞ്ഞുങ്ങളെ വിട്ടു പഠിപ്പിക്കാൻ. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു പ്രോഗ്രാം വെച്ചു. ഇത് കാണാൻ പേരൻസ് വന്നു. പേരൻസ് പറഞ്ഞു, വൈ കാൻഡ് യു സ്റ്റാർട്ട് എ ലെസൺ ഫോർ us ഓൾസോ? ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തുടങ്ങാം. നെക്സ്റ്റ് 3 months കഴിഞ്ഞപ്പം they asked, why can't we start a church? അപ്പോൾ ചേർച്ച് ബിൽഡപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പരിപാടിയാണ് കൊച്ചുങ്ങളിൽ കൂടെ പോകുന്നുള്ളത്. പത്രോസിനോട് പറഞ്ഞു, നീ എൻ്റെ ആട്ടിൻകുട്ടികളെ മെൻഡ് ചെയ്യണം, നോക്കണം. അവിടെയാണ് മിനിസ്ട്രി തുടങ്ങേണ്ടത്. കുറെ കിടക്കിലെടുത്ത് പറഞ്ഞാൽ ഏറ്റവും താണ ഇടം അന്വേഷിക്കണം, ഏറ്റവും താണ ഇടം, അവിടെ പോയി മിനിസ്ട്രി തുടങ്ങണം. ഇന്ത്യൻ ക്രിസ്ത്യൻ
ഹിസ്റ്ററിയിൽ ഉം. മായ്ച്ചു കളയാൻ കഴിയാത്ത പേരുള്ളൊരു മനുഷ്യനാണ് KP യോഹന്നാൻ, നമ്മുടെ മരണപ്പെട്ട ഡോക്ടർ KP യോഹന്നാൻ. KP യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ റെവല്യൂഷൻ ഇൻ വേൾഡ് മിഷൻ എന്ന പുസ്തകത്തിൽ പുള്ളിയുടെ ഒരു 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 ലൈഫ് സ്റ്റോറി ഒരു ചെറിയ ഭാഗം പറഞ്ഞിരിക്കുക. അദ്ദേഹം 10ലൊക്കെ തോറ്റ് ഇങ്ങനെ വെറുതെ നടക്കുമ്പോഴാണ് ഈ ഓപ്പറേഷൻ മൊബിലൈസേഷൻ അവരുടെ നാട്ടിൽ പ്രോഗ്രാമായിട്ട് വരുന്നത്. പുള്ളി ഇവരോട് ട്രാക്ക് ബീച്ചിനൊക്കെ പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ തിരിച്ചു പോവാം, ഡൽഹിക്ക് മറ്റേ പോകുന്നത്. എന്നെ കൂടെ ഇങ്ങോട്ട് കൂട്ടണം. അതുപോലെ നീ എഡ്യൂക്കേറ്റഡ് അല്ല, സ്മാർട്ട് അല്ല, ഇൻ്റലിജൻ്റ് അല്ല, പറ്റത്തില്ല. പുള്ളി കരഞ്ഞുകൊണ്ട് പുറകെ കിടന്നിട്ട് സംഭവിച്ചില്ല. ലാസ്റ്റ് ഡിസിഷൻ എടുത്ത് ഇവർ എല്ലാം പാക്ക് ചെയ്തു. പിറ്റേ ദിവസം പോവുകയാണ്. ഇവനോട് പറഞ്ഞു, നീ വെറുതെ കരഞ്ഞോണ്ട് പറയാൻ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പോകാനായിട്ട് നോക്കുമ്പോൾ ആരുടെയും ചെരുപ്പ് കാണുന്നില്ല, ഷൂസ് കാണുന്നില്ല. പോകേണ്ട ടീമിൻ്റെ അവർ നോക്കിയപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് ഒരു ചെറുക്കൻ അപ്പുറത്ത് വരുന്ന ഷൂസ് എല്ലാം വൃത്തിയാക്കുക. KP യോഹന്നാൻ പിക്കപ്പ് ചെയ്തു, പോരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ നോർത്ത് ഇന്ത്യയിൽ ജീവകാലം മുഴുവൻ ഉണ്ടായിരുന്ന എൻ്റെ കുറച്ച് സ്നേഹിതരുണ്ട്. ഇപ്പം സ്റ്റേറ്റ്സിലാണ് ഉള്ളത്. എൻ്റെ ഒരാളെന്നോട് പറഞ്ഞു, ഇവർ പകല് നോർത്ത് ഇന്ത്യയിൽ ഈ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് അന്ന് കിടന്ന് വിശ്രമിക്കുമ്പം ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് ഗ്രാമചന്ത തുടങ്ങും. അപ്പം ആ സമയം ഇവർക്ക് തുണി കഴുകാനും കുളിക്കാനുള്ള സമയമാണ്. KP യോഹന്നാൻ അറിയാമോ, സഞ്ചിക്കകത്ത് പുസ്തകം വാരിയിട്ടുണ്ട് പോകും. ഒരു ഹാൻഡ് മൈക്ക് കൊടുത്തിട്ട് ഗ്രാമചന്ത ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കും. RSകാരന്മാരും BJPക്കാരും അടിയും കൊടുക്കും. ഈ അടിയും കൊണ്ട് പൊട്ടി മുറിഞ്ഞായിരിക്കും സന്ധ്യയ്ക്ക് ലേറ്റ് നൈറ്റ് ഇദ്ദേഹം കയറി വരുന്നത്. അപ്പം ആ ബോട്ടം ലെവലുണ്ടല്ലോ, ബോട്ടം ലെവൽ മിനിസ്ട്രിക്കുള്ള ഒരു ഒരുക്കം. പത്രോസേ, നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നെങ്കിൽ you should go and start from there. വർഷങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് സ്വർഗ്ഗത്തിൽ വെച്ച് പറയാ, go and sit at my disciples' feet. പോയി എൻ്റെ ശിഷ്യന്മാരുടെ കാൽക്കലിരിക്കെ. നീ പോയൊരു സംഘടന ഉണ്ടാക്കി എൻ്റെ പ്രസിഡന്റായിട്ട് വലിയ ആളായിട്ട് കയറി മേശപ്പുറത്തിരിക്കാനല്ല. സിറ്റ് അറ്റ് മൈ ചിൽഡ്രൻസ് ഫീറ്റ്. അവിടെ തുടങ്ങേണ്ടത്. വീണ്ടും ചോദിച്ചു, നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നു? ഒറ്റ വേടെ ചോദിക്കുന്നുള്ളൂ. യെസ്. അവൻ പറഞ്ഞു, നൗ യു മെൻഡ് മൈ ഷീപ്പ്. എൻ്റെ തള്ളയാടുകളെ മേയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നീഡ്സ് എന്താന്ന് നോക്കണം. തീറ്റ കൊടുക്കാൻ പറഞ്ഞില്ല. വഴി തെറ്റിപ്പോകാതെ ഗൈഡ് ചെയ്യുക, കൃത്യസമയത്ത് കൂട്ടിലെത്തിക്കുക. സന്ധ്യയ്ക്ക് വന്നു കഴിയുമ്പോൾ ചെമ്മരിയാടിനെ കോരാടിനും തമ്മിൽ വേർതിരിക്കണം. എന്നിട്ട് ചെമ്മരിയാടിനെ പുറത്ത് കിടത്തും, കോലാടിനെ കൂട്ടിനകത്തിടും. കാരണം കോലാട് ബലം കുറഞ്ഞ ജീവിയാണ്. രാത്രിയിലെ മഞ്ഞ് സഹിക്കാൻ പറ്റത്തില്ല, ദീനം വരും. ചെമ്മരിയാട് കുറെ കൂടെ ബലമുള്ളതാണ്, അതിന് രാത്രിയിലെ തണുപ്പ് സഹിക്കാം. അപ്പം അതിനെ വേർതിരിക്കണം, രണ്ടിടത്താക്കണം. ഇങ്ങനെല്ലാം ഉള്ള കാര്യങ്ങൾ നീ ചെയ്യണം. സമ്മതിച്ചു. 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന അങ്ങ് അറിയുന്നല്ലോ പറഞ്ഞു, അത് ഒരു കാര്യം ചെയ്യും, നൗ യു ക്യാൻ ഫീഡ് മൈ ഷീപ്പ്. എൻ്റെ തള്ളയാടുകൾക്ക് തീറ്റി കൊടുക്കാൻ പറഞ്ഞു. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് കോളിംഗ്. വിശുദ്ധ തിരുവെഴുത്തുകളെ അവർക്ക് പൊരുൾ തിരിച്ചു കൊടുക്കുക. ഹയസ്റ്റ് ലെവലിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ പൊരുൾ തിരിച്ചു കൊടുത്തെങ്കിലേ ലോവസ്റ്റ് ലെവലിൽ സഭ സക്സസ്ഫുൾ ആയിട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ദൈവമക്കൾ, പാസ്റ്റർമാര്, സീനിയർ പാസ്റ്റേഴ്സ്, സഭാ നേതാക്കന്മാര്, ഇങ്ങനെയുള്ള ആളുകൾക്ക്
അവർക്ക് തിരുവഴുത്തിനെ പറ്റിയുള്ള അറിവ് ഹയർ നോളജാണ്. ഹയർ നോളജ് അവർക്ക് കൊടുത്താൽ അവർ താഴെയുള്ളവർക്ക് വചനം പഠിപ്പിക്കുമ്പം ആ ഹയർ നോളജിന്റെ ലെവലിൽ പഠിപ്പിക്കും. അത് പിന്നെ താഴോട്ട് വരുന്നുണ്ടേ ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കേരളത്തിൽ ദുരുപദേശത്തിന് പേര് കേട്ട ഒരാളെ ഇപ്പൊ IPC എല്ലാ ചർച്ചസിലും ബൈബിൾ ക്ലാസ് പഠിക്കുക. എന്നോട് കുറെ പേര് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഞങ്ങൾ കരയാണ് സങ്കടം കൊണ്ട്. ഈ മനുഷ്യൻ പറയുന്ന മുഴുവനും ദുരുപദേശമാണ്. ഞങ്ങൾക്കറിയാം പറയുന്ന മുഴുവൻ ദുരുപദേശമാണെന്ന്. ഇയാൾ പറയുന്ന മുഴുവൻ ദുരുപദേശം ഞങ്ങൾക്കറിയാം. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല, വെറും സൃഷ്ടിയാണ്, സൃഷ്ടാവല്ല എന്ന് വരെ പറയുന്ന ഈ പുള്ളി IPCയുടെ പ്രധാന സ്റ്റേജുകളിലൊക്കെ ബൈബിൾ ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും വരിക. യേശുക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സിലബസ്, യേശുക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ ചോദ്യം ചെയ്ത ഒരു സിലബസ്, അത് ബൈബിൾ കോളേജിൽ വന്നപ്പോൾ അതും പഠിച്ചിട്ട് MDHും MDയും പാസ്സായ കൊച്ചു പാസ്റ്റർമാർ സഭകളിൽ വന്നിട്ട് യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു വേറൊരു സൃഷ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ എത്രയോ 100 വർഷമായി നമ്മൾ പെന്തക്കോസ്ത് സഭകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തു എന്ന ദൈവത്തെ പറ്റി നിഷേധിച്ച് പറയുക. അവനെ പാസ്റ്റർ ആക്കരുത്, അവനെ അടിച്ചോടിക്കണം, അവനെ നാട്ടിൽ കണ്ടേക്കരുത്, സഭയുടെ 7 അയൽവക്കത്ത് അവൻ ഇരുത്താൻ സഭായോഗത്തിൽ വന്ന് മിണ്ടാട്ട് ഇരിക്കാൻ പോലും അനുവദിക്കരുത് എന്ന് KE അബ്രഹാം സാറിന്റെ കാലത്താണ് പറയുമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോഴെന്താ ആരും അനങ്ങാത്തത് കേട്ടിട്ട്? കാര്യം ഹയർ നോളജ്, തിരുവഴുത്ത് സംബന്ധിച്ച ഹയർ നോളജ് മുകളിലിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആരുമില്ല. അപ്പൊ ഞാൻ എന്തിനാ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ ജോയിൻ ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നത്? ബൈ ഗോഡ്സ് ഗ്രേസ്, നോട്ട് ബൈ മൈ വെറിറ്റ്. thousands ഓഫ് സ്റ്റുഡൻസ് ആണ് SBSനുള്ളത്. എന്താ പഠിപ്പിക്കുന്നത്? വേദപുസ്തകത്തെ പറ്റിയുള്ള ഹയർ നോളജ് ആണ്. തിരുവഴുത്തുകൾ എഴുതിയ ഭാഷയിൽ പൊരുൾ തിരിച്ചു കൊടുക്കുക. എന്തിന്? മേളിൽ ഇപ്പം എൻ്റെ സ്റ്റുഡൻസിലെ ഒരു വലിയ ശതമാനം ശുശ്രൂഷന്മാരാണ്. എനിക്ക് തോന്നുന്നത് ഒരു മോർ ദാൻ 90% സ്റ്റുഡൻസും ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷന്മാരാണ്. ഞാൻ പറയാം, നിങ്ങളാ പഠിക്കേണ്ടത്. എന്തിനാ? നിങ്ങൾ പഠിച്ചിട്ട് വേണം താഴേക്ക് ഇത് കൊണ്ടുപോകാൻ. ഒരു 3rd ലെവൽ ഓഫ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ ഐഡിയോളജിക്കൽ ഹൈ ഗ്രൗണ്ട് എന്ന് പറയും, സ്പിരിച്വൽ ഹൈ ഗ്രൗണ്ട് എന്ന് പറയും, നോളജിന്റെ ഹൈ ഗ്രൗണ്ട് എന്ന് പറയും. അതാണ് പത്രോസിന് കൊടുക്കുന്ന 3rd റെസ്പോൺസിബിലിറ്റി. അപ്പം നമ്മൾ ഗ്രീക്കിന്റെ പുറകെ പോയാൽ ഈ അകപ്പായും തഴപ്പായും പുൽപ്പായും മറ്റേ പായൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കത്തേ ഉള്ളൂ. ഇവരാരും ഗ്രീക്ക് പറഞ്ഞുമില്ല, ഗ്രീക്കിന് അതിനകത്തൊരു കാര്യമില്ല. ഒറ്റ വേർഡ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അക്കവറ്റ എന്ന വേർഡാണ്. മറുപടി ഈ 3 മറുപടിയാണ് കർത്താവ് അങ്ങോട്ട് കൊടുക്കുന്നത്. യെസ്, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു പറയുമ്പോൾ 3 പ്രാവശ്യം 3 മറുപടിയാണ് കർത്താവ് പറയുന്നത്. നീ തുടങ്ങേണ്ട മേളിൽ നിന്നല്ല. ഒരുപാട് പേരും അമേരിക്കയിലൊക്കെ പോയി അവിടെ നേരെ വന്ന് സെൻട്രൽ പാസ്റ്റർ ആകുകയാണ്. ചിലരാണ് ഈ പോലീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നല്ല കൈക്കൂലി കിട്ടും. അങ്ങനെ കുറേ കൈക്കൂലി റിട്ടയർ ആകുമ്പോഴത്തേക്ക് പുള്ളി അങ്ങ് മാനസാന്തരപ്പെടുകയും ചെയ്യും. എന്നിട്ട് ഈ കൈക്കൂലി പഠിച്ച കാശെല്ലാം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയെ സെൻട്രൽ പാസ്റ്റർ ആക്കും. ആയുസിൽ പുള്ളി ഒരു സാധാ ലോക്കൽ പാസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടില്ല, പക്ഷേ സെൻട്രൽ പാസ്റ്ററാണ്. വല്ല വിവരമുണ്ടോ? ഒരു ദുരുപദേശകൻ നുഴഞ്ഞ് സഭയ്ക്കകത്ത് കയറി, അല്ല നീ ദുരുപദേശകനാണ്, ഗെറ്റ് ഔട്ട് എന്ന് പറയാൻ അറിയാമോ? അറിയത്തില്ല. പക്ഷെ ഇപ്പൊ പുള്ളി എവിടെ തുടങ്ങിയത്? സെൻട്രൽ പാസ്റ്ററാണ് തുടങ്ങിയത്. IPCയുടെ മറ്റേ ഇന്ന സെൻട്രൽ പാസ്റ്റർ വന്നിട്ടെന്ന് പറയുമ്പോൾ അമേരിക്കയിലും പേർഷ്യയിലും എല്ലാം വലിയ സ്ഥാനമാണ്. ഈ പുള്ളിക്ക് ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ലെന്നേ.
അപ്പം start at the lowest, slowly come up highest ലെവലിൽ വന്ന് നിൽക്കാവൂ പത്രോസേ. ഇടയ്ക്ക് നിർത്തിക്കളയരുത്. അതെ അതെ. അതാണ് മിനിസ്ട്രി പിക്ക് ചെയ്യേണ്ട രീതി. That's what Jesus was telling. Okay. So that's an amazing answer, sir. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. May God bless you. Thank you once again. Thank you.